Hi all, welcome back to SR Formula of Education. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള എക്കണോമിക് സോഴ്സസ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ലെറ്റ് അസ് അസസ് എന്ന ഭാഗമാണ് നമ്മൾ ഈ പാർട്ട് 3യിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് അസ് അസസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് Give an example to show the interrelationship of primary, secondary and tertiary sector. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയുടെ പരസ്പര ബന്ധം വ്യക്തമാക്കുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാനാണ് പറയുന്നത്. സോ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള എക്സാം ഷുഗർ കെയിൻ കൾട്ടിവേഷനാണ്, അല്ലെങ്കിൽ ഷുഗർ പ്രൊഡക്ഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൊരു എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് ഈ ഒരു ഡയഗ്രാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈമറി സെക്ടറിൽ ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്ത ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഇൻ ദി പ്രൈമറി സെക്ടർ ഫാമേഴ്സ് കൾട്ടിവേറ്റ് ഷുഗർ കെയിൻ. പ്രൈമറി സെക്ടറിൽ പ്രാഥമിക മേഖലയിൽ കർഷകർ എന്ത് ചെയ്യാണ്? ഷുഗർ കെയിൻ അതായത് കരിമ്പ് കൃഷി ചെയ്യുകയാണ്. സെക്കൻഡറി സെക്ടറിൽ നിങ്ങൾക്ക് ഒരു ഫാക്ടറി ആയിട്ട് ഒരു പിക്ചർ കാണാൻ പറ്റും അല്ലേ. എന്താണത്? സെക്കൻഡറി സെക്ടറിൽ ഷുഗർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഷുഗർ മിൽസ് ബൈ യൂസിങ് ദീസ് ഷുഗർ കെയിൻ. പ്രൈമറി സെക്ടറിൽ ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്തു, അങ്ങനെ കരിമ്പുണ്ടാക്കി. ആ കരിമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഷുഗർ മില്ലിൽ വെച്ചിട്ട് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ തേർഡ്, നിങ്ങൾക്ക് ടേർഷറി സെക്ടറിൽ ഷുഗർ വിൽക്കാൻ വെച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ടേർഷറി സെക്ടറിൽ ഷുഗർ ഈസ് ബ്രോട്ട് ടു ദി മാർക്കറ്റ് ടു സെയിൽ. വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡറി സെക്ടറിൽ ഷുഗർ കെയിൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഷുഗറിനെ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നു. സെക്കൻഡ്, ക്ലാസിഫൈ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ ഇൻ ടു ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. താഴെ നൽകിയിരിക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിനെ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഉൾപ്പെടുന്നത് അതിനനുസരിച്ച് അതിനെ തരംതിരിച്ച് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ഫിഷിംഗ് മത്സ്യബന്ധനം, ടീച്ചിങ് അധ്യാപനം, ബാങ്കിങ്, ആൻഡ് ഫാക്ടറി വർക്ക്, മൈനിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. ഇവയെ നമുക്ക് 3 സെക്ടറിലോട്ടായിട്ട് തരംതിരിച്ച് എഴുതണം. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടേർഷറി സെക്ടർ. ഇതിൽ ഏതൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്? ഫിഷിംഗ് മത്സ്യബന്ധനവും മൈനിങ്ങും അല്ലേ. നമുക്ക് പ്രകൃതിയിലുള്ള വിഭവങ്ങളെ നേരിട്ട് നമ്മൾ ഉപയോഗിക്കണം, അതാണ് പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടറിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഫാക്ടറി വർക്ക്, ഇലക്ട്രിസിറ്റി ജനറേഷൻ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ടേർഷറി സെക്ടറിൽ റിയൽ എസ്റ്റേറ്റ്, ബാങ്കിങ് ആൻഡ് ടീച്ചിങ്. ഓക്കെ. Our third question, tertiary sector attains prominence nowadays. Elucidate. തൃതീയ മേഖല ഇന്ന് ധാരാളം പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് വ്യക്തമാക്കുവാനാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. ആൻസർ: Nowadays, tertiary sector attains prominence because people are reluctant to do hard works in the primary and secondary sectors, but interested to do services like banking, teaching, insurance, etc. ഇന്ന് ടേർഷറി സെക്ടറിൽ തൃതീയ മേഖലക്ക് വളരെയധികം പ്രാധാന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം? പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും ഫിസിക്കലി ഹാർഡ് വർക്ക് ആവശ്യമായിട്ടുള്ള ജോലികളാണ് ഉള്ളത്. ഈ ഫിസിക്കലി ഹാർഡ് വർക്ക് ആവശ്യമായിട്ടുള്ള ജോലികളിൽ ഇന്ന് ജോലി ചെയ്യാൻ ജനങ്ങൾ വളരെ റിലക്റ്റൻ്റ് ആണ്, മടിയുള്ളവരാണ്. So they were interested to do services like banking, teaching, insurance, etc. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതും ഇൻഷുറൻസ് ആക്ടിവിറ്റീസിൽ, അതുപോലെ തന്നെ ടീച്ചിങ്, ബാങ്കിങ്, മെഡിക്കൽ ഫീൽഡ് തുടങ്ങിയ സർവീസ് സെക്ടറിലെ അല്ലെങ്കിൽ ടേർഷറി സെക്ടറിലെ എക്കണോമിക് ആക്ടിവിറ്റീസിലാണ് അവർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. എന്താണ് മെയിൻ റീസൺ? Reluctance to do hard work in primary and secondary sector. Okay, second point, so the availability of employments are decreasing in the primary and secondary sectors but increasing in the tertiary sector. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ ടേർഷറി സെക്ടറിലെ തൊഴിലവസരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയുമാണ്.
Third point, it is because the tertiary sector supports the primary and secondary sectors by providing services in the distribution of goods to consumers. ടേർഷറി സെക്ടർ എന്ന് പറയുന്നത് ഒരു സർവീസ് സെക്ടറാണ്. അത് എവിടെ നിന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും? സെക്കൻഡറി സെക്ടറിൻ്റെയും പ്രൈമറി സെക്ടറിൻ്റെയും പ്രൊഡക്ഷൻ പ്രോസസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അത് കൺസ്യൂമറിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വരെ സർവീസ് സെക്ടർ നിലനിൽക്കുന്നുണ്ട് അല്ലേ? സോ സർവീസ് സെക്ടറിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഏജൻസീസ് സപ്ലൈയിങ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അറ്റ് ഫെയർ പ്രൈസ് ഇൻ കേരള? കേരളത്തിലെ ന്യായമായ വിലക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഏജൻസീസ് ഏതെല്ലാം? ഏതൊക്കെ ഏജൻസീസ് വരുന്നുണ്ട്? സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ്, പൊതു വിതരണ കേന്ദ്രങ്ങൾ, റേഷൻ ഷോപ്പുകളും ഇതിൻ്റെ കീഴിൽ വരും. ദെൻ ഹോർട്ടികോർപ്സ്, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നെന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. Fifth question, even now, agricultural sector has its own importance in India. Examine this statement based on production and employment opportunities. ഇന്ത്യയിൽ പ്രാഥമിക മേഖലയ്ക്കാണ് ഇന്നും പ്രാധാന്യം ഉള്ളത്. ഉൽപാദനം, തൊഴിൽ ലഭ്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിലയിരുത്താനാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ, ഫസ്റ്റ് പോയിന്റ്, the primary sector has more employment opportunities than the other sectors because the food requirements of our country is met by this sector. മറ്റു രണ്ട് മേഖലയേക്കാൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് നമ്മുടെ പ്രൈമറി സെക്ടറിലൂടെയാണ്. എന്താണ് കാരണം? നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യവസ്തുക്കളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സെക്ടറിലൂടെയാണ്? പ്രൈമറി സെക്ടറിലൂടെയാണ്. Second point, the primary sector provides raw materials for secondary sector too. Thus, agricultural sector has more importance in India. പ്രൈമറി സെക്ടറാണ് അല്ലെങ്കിൽ പ്രാഥമിക മേഖലയാണ് സെക്കൻഡറി സെക്ടറിന് വേണ്ട റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈമറി സെക്ടറിലെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡറി സെക്ടറിൽ നമ്മൾ പ്രോഡക്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷുഗർ കെയിൻ പ്രിപ്പയർ ചെയ്തു അല്ലേ? ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്യും. ആ കൾട്ടിവേറ്റ് ചെയ്ത ഷുഗർ കെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റേജ്. സോ അഗ്രികൾച്ചറൽ സെക്ടർ ഹാസ് മോർ ഇമ്പോർട്ടൻസ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഗവൺമെൻറ് പ്രോഗ്രാംസ് ഡിമാൻഡ്സ് ദ കണ്ടീഷൻ ദാറ്റ് 1/3 ഓഫ് ദി ബെനിഫിഷ്യറീസ് ഷുഡ് ബി വിമൺ? നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് ഗവൺമെൻറ് പ്രോഗ്രാമാണ് ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണമെന്ന് നിബന്ധന ചെയ്യുന്നത്? ആൻസർ, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. സെവൻത്ത് ക്വസ്റ്റ്യൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഹെൽപ്സ് ടു അറ്റൈൻ ഫുഡ് സെക്യൂരിറ്റി. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഭക്ഷ്യസുരക്ഷ അറ്റൈൻ ചെയ്യുന്നതിന് പൊതുവിതരണ സമ്പ്രദായം സഹായകമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. ആൻസർ, ഫസ്റ്റ് പോയിന്റ്, ഫുഡ് സെക്യൂരിറ്റി ക്യാൻ അറ്റൈൻ വെൻ ദർ ഈസ് അഡ്വക്കേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദ നീഡി. ആവശ്യമുള്ളവർക്ക് മതിയായ അളവിൽ ഫുഡ് ലഭ്യമാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയും. ബട്ട് ടുഡേ വി ആർ ഫേസിങ് പോവേർട്ടി ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ കൺട്രി, സോ വി ആർ നോട്ട് അറ്റൈൻ ഫുഡ് സെക്യൂരിറ്റി. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും പോവേർട്ടി, അതായത് ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ നമ്മൾ കൈവരിച്ചിട്ടില്ല. സോ ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് food items and other essential commodities to people at low price to ensure food security. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവിതരണ സംവിധാനം ഫുഡ് ഐറ്റംസും മറ്റു നിത്യോപയോഗ സാധനങ്ങളും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Now, Kerala has a strong public distribution system to ensure food security. ഇന്ന് കേരളത്തിന് നല്ല ശക്തമായ ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്? ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഇന്ന് ഒരു സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഹെൽപ്സ് ടു അറ്റൈൻ ഫുഡ് സെക്യൂരിറ്റി. അതുകൊണ്ട് തന്നെ പൊതുവിതരണ സമ്പ്രദായം ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക്
പറയാം. 8th question. Civil supplies outlets stand for common man. Justify. പൊതുവിതരണ കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സമർത്ഥിക്കുക. Answer. First point. The civil supplies outlet have the major role in the public distribution system. പൊതുവിതരണ സംവിധാനത്തിൽ പൊതുവിതരണ കേന്ദ്രങ്ങൾക്ക് വളരെ വലിയ പങ്കാണുള്ളത്. The government provides such essential food items like rice, sugar, wheat and so on at fair price to the poor and low-income families through the public distribution agencies or civil supplies outlet. നമ്മുടെ ഗവൺമെൻറ് പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അല്ലെങ്കിൽ പൊതുവിതരണ ഏജൻസീസിലൂടെ കുറഞ്ഞ വരുമാനമുള്ളവർക്കും പാവപ്പെട്ടവർക്കും ന്യായമായ വിലക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് ഫുഡ് ഐറ്റംസും മറ്റു എസെൻഷ്യൽ ഫുഡ് കമ്മോഡിറ്റീസും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഫുഡ് ഐറ്റംസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അരിയുണ്ട്, ഷുഗർ പഞ്ചസാര, വീറ്റ്, അതുപോലെ മറ്റു എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Therefore, the civil supplies outlets stand for common man. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. 9th question. Food production is facing a lot of challenges. Substantiate this statement. ഭക്ഷ്യോൽപാദനം ധാരാളം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രസ്താവനയെ വിലയിരുത്തുക. ആൻസർ. ഫസ്റ്റ് പോയിന്റ്. ക്രോപ്പ് ഫെയിലിയേഴ്സ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശമാണ് ആദ്യം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച്. രണ്ടാമത്, യൂസിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്. കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും മറ്റൊരു ചലഞ്ചാണ്. തേർഡ് വൺ, റെഡ്യൂസിങ് ദ റൈറ്റ് ഓഫ് സബ്സിഡീസ്. സബ്സിഡി കുറയ്ക്കുന്നതും അഗ്രികൾച്ചറൽ സെക്ടർ നേരിടുന്ന ഒരു ചലഞ്ചാണ്. ദെൻ ഫോർത്ത് വൺ, അണബിൾ ടു പർച്ചേസ് അഗ്രികൾച്ചറൽ മെഷീൻസ്. കാർഷിക യന്ത്രങ്ങൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയും മറ്റൊരു ചലഞ്ചാണ്. ഫിഫ്ത്ത് വൺ, ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാപരമായ മാറ്റങ്ങൾ. സിക്സ്ത് വൺ, അണബിൾ ടു എൻഷുർ ക്രോപ്പ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തതും മറ്റൊരു ചലഞ്ചാണ്. ദെൻ ലാസ്റ്റ് വൺ, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് റെഡ്യൂസിങ് സോയിൽ ഫെർട്ടിലിറ്റി. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ ധാരാളമായി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ ഫലഭൂഷ്ഠത, വളക്കൂറ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാമാണ് പ്രധാനമായും ഫുഡ് പ്രൊഡക്ഷൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്. 10th question. Prepare a note on any one of the poverty alleviation project of the central government. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. സോ ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് അന്ത്യോദയ അന്ന യോജന. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗവൺമെൻറ് പ്രോജക്റ്റാണ് അന്ത്യോദയ അന്ന യോജന, AAY. First point, it is a government project to provide food to millions of the poorest families. ദശലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ഗവൺമെൻറ് പ്രോജക്റ്റാണ് അന്ത്യോദയ അന്ന യോജന. ഇറ്റ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഫ്രം 2000. 2000 സെൻട്രൽ ഗവൺമെൻറ് ഈ പ്രോജക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. Next point, the main objective of the scheme is to ensure food security and to create hunger-free India. അന്ത്യോദയ അന്ന യോജന എന്ന ഈ ഒരു ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയും അങ്ങനെ പട്ടിണി ഇല്ലാത്ത ഒരു രാജ്യമായി ഇന്ത്യയെ ക്രിയേറ്റ് ചെയ്യുക, ഇന്ത്യയെ അങ്ങനെ ഹങ്കർ ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രിയാക്കി മാറ്റുക എന്നതാണ് അന്ത്യോദയ അന്ന യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. Next point, according to this scheme, after identifying the beneficiaries, government will provide a different color of ration card and give them an opportunity to purchase up to 35 kilo of rice and wheat at lower price of ₹3 and ₹2 per kilogram. Okay, so ഈ അന്ത്യോദയ അന്ന യോജന വഴി ഗവൺമെൻറ് ഇതിൻ്റെ ഉപഭോക്താക്കളെ, അതായത് ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് അവർക്ക് വേണ്ടി ഒരു ഡിഫറെൻറ്റ് കളറിലുള്ള ഒരു റേഷൻ കാർഡ് പ്രൊവൈഡ് ചെയ്യും.
ഓരോ സ്റ്റേറ്റിലും അന്ത്യോദയ അന്ന യോജനയുടെ റേഷൻ കാർഡ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ കേരളത്തിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിൻ്റെ കളറ് യെല്ലോ കളറാണ്, മഞ്ഞ കളറാണ്. ഓക്കെ, അപ്പം റേഷൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ അന്ത്യോദയ അന്ന യോജന എന്ന ഈ ഒരു സ്കീം വഴി അവർക്ക് മാസം 35 കിലോ അരിയോ ഗോതമ്പോ കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് കിട്ടും. റൈസ് ആണെങ്കിൽ 3 രൂപ 1 കിലോ എന്ന കണക്കിനും വീറ്റാണെങ്കിൽ 2 രൂപ 1 കിലോ എന്ന കണക്കിലും അവർക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, അണ്ടർ ദിസ് പ്രോജക്റ്റ് കേരള ഗവൺമെൻറ് ഹാസ് ഇനീഷ്യേറ്റഡ് എ സ്കീം ടു ഡെലിവർ ഫുഡ് ഐറ്റംസ്. അന്ത്യോദയ അന്ന യോജന എന്ന ഈ ഗവൺമെൻറ് പ്രോജക്റ്റ് വഴി കേരള ഗവൺമെൻറ് ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ സ്കീം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഓണം കിറ്റ്. നെക്സ്റ്റ് പോയിന്റ്, സോ ഇറ്റ് കവേഴ്സ് ദ പുവറസ്റ്റ് ഓഫ് ദി പുവർ ഇൻ ഇന്ത്യ ബൈ സപ്ലൈയിങ് ഫുഡ് ആൻഡ് അതർ കമോഡിറ്റീസ് ഫോർ ദെയർ ഡെയിലി നീഡ്സ് ഓൺ ഫെയർ പ്രൈസ്. അതുകൊണ്ട് തന്നെ അന്ത്യോദയ അന്ന യോജന ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് ഫുഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുകയും മറ്റ് എസെൻഷ്യൽ കമോഡിറ്റീസ് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അവർക്ക് കൊടുക്കുന്നത് വളരെ കുറഞ്ഞ വിലയ്ക്കാണ്, ന്യായമായ വിലയ്ക്കാണ്. ഓക്കെ, സോ അന്ത്യോദയ അന്ന യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ഇന്ത്യയെ ഒരു ഹങ്കർ ഫ്രീ ആയിട്ടുള്ള കൺട്രിയാക്കി മാറ്റുക, അങ്ങനെ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. Subscribe my channel, press bell icon for new notifications. Thank you for watching my video.